അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖാല അല്ലാഹു തബാറക വതആല യാ ഇബ്ന ആദം അൻഫിഖ് അലൈക്. ഒരു ഖുദ്സിയ ഹദീസാണ്. അതായത് അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഏ മനുഷ്യ, നീ നിൻ്റെ ധനം ചിലവഴിക്കുക നല്ല കാര്യങ്ങളിൽ, എങ്കിൽ നിനക്കും നിൻ്റെ മേൽ ചിലവഴിക്കപ്പെടും. അതായത് നിനക്ക് ധാരാളമായി ധനം വരും എന്നർത്ഥം. ഇപ്പോൾ സത്യവിശ്വാസികളായ യഥാർത്ഥ മുത്തക്കികളുടെ സവിശേഷ സ്വഭാവമായിട്ട് ധനം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ ഒരുപാട് ആയത്തുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ അൽ ബഖറ സൂറത്തിൽ തന്നെ സത്യവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റസഖ്നാഹും മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർക്ക് നാം നൽകിയതിൽ നിന്നും ചിലവഴിക്കുന്നവരാണ്. അവർക്ക് നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരാണ്. അതുപോലെ തൊട്ടടുത്ത സൂറത്തായ ആൽ ഇംറാനിലും പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. ഇതിൽ പറയുന്നത്, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അതുപോലെ ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗത്തിലേക്കും അത് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ അത്യുദ്ധാനം ചെയ്യുക, ഓടിയെടുക്കുക. അത് മുത്തക്കികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതാണ്. എങ്ങനെയുള്ള മുത്തക്കികളാണ്? അവരുടെ സന്തോഷാവസരത്തിലും അതുപോലെ തന്നെ പ്രയാസഘട്ടങ്ങളിലൊക്കെ അവർ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരാണ്. സൂറത്തുൽ അഹ്സാബിൽ പാപമോചനവും അതുപോലെ മഹത്തായ പ്രതിഫലങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്യപ്പെടുന്ന വിശ്വാസികളുടെ 10 സ്വഭാവങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ദാനധർമ്മങ്ങൾ സദക്കകൾ കൂടുതലായി നിർവഹിക്കുന്ന സ്ത്രീ പുരുഷന്മാരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ധനം ചെലവഴിക്കുമ്പോൾ അടുത്ത ബന്ധുക്കൾ ആണ് കൂടുതൽ അർഹതപ്പെട്ടതെങ്കിൽ അവർക്കാണ് ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ടത്. മൻ അഹബ്ബ അൻ യബ്സുത്ത ലഹു ഫി റിസ്ഖിഹി വ യുൻസഅ ലഹു ഫി അഥരിഹി ഫൽ യസിൽ റഹിമ. ഒരാൾക്ക് തൻ്റെ ജീവിതവിഭവങ്ങളൊക്കെ വിശാലമായി ലഭിക്കുകയും തൻ്റെ കാലശേഷം സൽകീർത്തി കരസ്ഥമാക്കുവാനും ശാരീരികമായ ആരോഗ്യവും ശക്തിയും ഒക്കെ ലഭിക്കുന്നതിനും തൻ്റെ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഹദീസിൽ. അതായത് ആവശ്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിലുള്ള അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോഴാണല്ലോ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുക. മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബിയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ നബിയുടെ തൊട്ടടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങൾ, അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ ഏതൊക്കെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ? അസ്സൗമു ജുന്ന വസദക തുത്ഫിഉ അൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉ നാർ വസലാത്തുർ റജുലി ഫി ജൗഫിൽ ലൈലി സുമ്മ ഖറഅ തതജാഫ ജുനൂബുഹും അനിൽ മദാജിഅ. റസൂലുള്ളാഹി പറഞ്ഞത്, നോമ്പ് എന്നതൊരു പരിചയമാണ്. സദക്ക, ദാനധർമ്മങ്ങൾ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ, പാപങ്ങളെയൊക്കെ കെടുത്തിക്കളയും. എങ്ങനെയെന്നാൽ വെള്ളം തീയെ കെടുത്തുന്നത് പോലെ. അതേപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലെ ഒരാളുടെ നമസ്കാരം പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്. ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, തത്ജാഫ ജുനൂബുഹും അനിൽ മദാജിഅ,
തങ്ങളുടെ കിടപ്പറയിൽ നിന്നും അവർ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു എന്ന് പറയുണ്ടായി. അപ്പോൾ അത്തരം സ്വഭാവങ്ങളുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നർത്ഥം. പണം തന്നെ കൊടുത്തുകൊള്ളണമെന്നില്ല. പണം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഭക്ഷണമാകാം, വസ്ത്രമാകാം, അല്ലെങ്കിൽ തൻ്റെ അധ്വാനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാം. ഇനി ഒരാളുടെ ബുദ്ധിയും ചിന്തയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അങ്ങനെ എന്തും ചെലവഴിക്കാവുന്നതാണ്. സത്തല പറഞ്ഞു, മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു മുസ്ലിമിന് വസ്ത്രം നൽകുകയാണെങ്കിൽ, അവർത്ത് മറക്കാനുള്ള, ശരീരം മറക്കാനുള്ള വസ്ത്രം ഒരാൾ നൽകുകയാണെങ്കിൽ അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അവനെ വസ്ത്രം ധരിപ്പിക്കും എന്ന് പറയുന്നുണ്ടായി. അതുപോലെ ഒരിക്കലും സഹസ്രം തൻ്റെ സദസ്സിലുള്ളവരോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ. ഞാൻ എൻ്റെ മലയാളം അറബി ദീർഘിപ്പിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം മാത്രം പറയുകയാണ്. ഇന്ന് നോമ്പനുഷ്ഠിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബിയായ അബൂബക്കർ പറഞ്ഞു, ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. നോമ്പ് കാലത്തെക്കുറിച്ചല്ല, റമദാനിലെ നോമ്പിനെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ ചോദിച്ചു, ഇന്ന് ജനാസയോടൊപ്പം പങ്കെടുത്ത ആരാണ്? ജനാസയോടൊപ്പം പിന്തുടർന്നത് ആരാണ്? അപ്പോഴും അബൂബക്കർ എഴുന്നേറ്റ് പറഞ്ഞ് ഞാനാണ് എന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു ചോദിച്ചു, ഇന്ന് ഒരു അഗതിക്ക് ഭക്ഷണം നൽകിയവൻ ആരാണ്? അപ്പോഴും അബൂബക്കർ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. ഇന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണ്? അപ്പോഴും അബൂബക്കർ എഴുന്നേറ്റ് ഞാൻ രോഗിയെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു പറഞ്ഞു, മജ്തമഅന ഫി ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ സവിശേഷ ഗുണങ്ങൾ ഒരുമിച്ച് ചേരുന്നൊരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ ഇല്ല. അതായത് സ്വർഗം അവർക്ക് ഉറപ്പായും ലഭിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ധനം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് അതൊക്കെ പണക്കാർക്ക് മാത്രം പറഞ്ഞ കാര്യമാണ്. പാവങ്ങളായ ഞങ്ങൾക്കൊന്നും അതിലൊരു കാര്യമൊന്നുമില്ല, ഞങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ് എന്നൊരു ധാരണയുണ്ട്. അത് തികച്ചും തെറ്റാണ്. തൻ്റെ കയ്യിലുള്ളത് എത്ര നിസ്സാരമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി പകുത്ത് നൽകുക എന്നുള്ളതാണ്. ശാസ്ത്രമ ഹദീസ് പറഞ്ഞല്ലോ, ഇത്തക്കുന്നാറ വലു ബിശക്കി തമ്ര. ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും, ഒരു കാരക്ക കൊടുക്കാനില്ല, അയാളത്തൊരു കാരക്കയുടെ ചീളേ ഉള്ളൂ എങ്കിൽ അത് കൊടുത്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ടായി. അതായത് ധനം ചെലവഴിക്കുന്നതിലൂടെ നരശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമായി തീരും എന്നാണ് പറയുന്നത്. അതുപോലെ മൻ തസദ്ദഖ ബി അദ്രി തമ്രത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ. ആരെങ്കിലും തൻ്റെ അധ്വാനത്തിലൂടെ സമ്പാദിച്ച ഒരു കാരക്കയോളം വരുന്ന ഒരു സംഗതി എന്തെങ്കിലുമൊക്കെ അയാൾ ദാനം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല ഫഇന്നല്ലാഹ യഖ്ബലുഹാ ബിയമീനിഹി. അല്ലാഹു അവൻ്റെ വലതുകരം കൊണ്ട് അത് സ്വീകരിക്കുന്നു, എന്നിട്ടതിനെ വളർത്തി വലുതാക്കും. ഹത്താ തക്കൂനി മിസ്ലുൽ ജബൽ. ഒരു പർവ്വതത്തോളം അത് വളരുന്നത് വരെ എന്ന് പറയുകയുണ്ടായി. അതായത് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം കൊടുക്കാനുള്ളൂ, ചെറിയൊരു ദാനധർമ്മം ചെയ്യാനേ ഒരാൾ കഴിയുന്നുള്ളൂ എങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നീട് അല്ലാഹു തആല അതിനെ വളർത്തി 10ഉം 700ഉം ഇരട്ടിയായിട്ട് അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രതിഫലം മുഴുവനും അത് ചെയ്ത ആൾക്ക് നൽകപ്പെടും എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.